ഇവിടെ പാർക്കിൽ കയറുമ്പോഴും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. നോ സ്മോക്കിംഗ്, കപ്പിൾസിൻ്റെ കിസ്സിങ് കാര്യങ്ങളൊന്നും പാടില്ല. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ഒരു റോഡറാണ് കേട്ടോ. വെൽക്കം ടു മലേഷ്യ. വെൽക്കം ടു മലേഷ്യ. നമ്മളിപ്പോൾ ഉള്ളത് കോലാലംപൂരാണ് കേട്ടോ. ഇന്നലെ നമ്മൾ ബസ് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നതിൻ്റെ വ്ളോഗ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ലാസ്റ്റ് വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക. എങ്ങനെയാണ് സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യയിലേക്ക് ബൈ റോഡ് വരുന്നത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ നമ്മൾ താമസിച്ചിരിക്കുന്ന ഈ ഒരു ഹോട്ടലിൻ്റെ പേര് സ്വിംഗ് ആൻഡ് പില്ലോസ് എന്നാണ് കേട്ടോ. ഇതിൻ്റെ മേലെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മെട്രോൻ്റെ സൂപ്പറായിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. മെട്രോൻ്റെ സിറ്റിയിലേക്ക് ഒരു സൂപ്പർ വ്യൂ കിട്ടും. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇവിടെ നമ്മൾ വന്നിട്ട് ഇവിടെ നിയർ ബൈ ഒരു ചെന്നൈ ഏരിയ പോലെയുള്ള സ്ഥലമാണ്. ഇവിടെ ഒരുപാട് ചെന്നൈ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിവിടെ വന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇവിടെ റിങ്കറ്റാണ്, മലേഷ്യൻ റിങ്കറ്റ് എന്നാണ് പറയുക. ഒരു മലേഷ്യൻ റിങ്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏകദേശം 17 രൂപയാണ്. ഇന്ന് നമ്മളിവിടുത്തെ കുറച്ച് സിറ്റി കാര്യങ്ങളും റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ കാണാമെന്നാണ് വിചാരിക്കുന്നത്. ഗ്രാബ് എന്നാണ് കേട്ടോ ഇവിടെ കാർ ബുക്ക് ചെയ്യുന്ന ആപ്പിൻ്റെ പേര്. എന്നാണ് നോ സ്മോക്കിങ്ങിനോട് പറയാട്ടോ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി നിങ്ങൾ ക്യാഷായിട്ട്, അതായത് റിങ്കറ്റുകളായിട്ട് കയ്യിൽ വെക്കുന്നത്. മലേഷ്യൻ ഇമിഗ്രേഷൻ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ വെസ്റ്റേൺ മലേഷ്യയും അതുപോലെ തന്നെ സബ എന്ന് പറഞ്ഞ രണ്ട് ഏരിയ വിസിറ്റ് ചെയ്യാനുള്ള ഇതാണ് കിട്ടുക. വേറൊരു ഈസ്റ്റേൺ ഏരിയ ഉണ്ട്, സെറാവാക്ക് എന്ന് പറഞ്ഞിട്ട്. അത് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മുടെ വിസിറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ സെറാവാക്ക് ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് ഓട്ടോണമസ് ബോഡിയാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ വേറെ ഇമിഗ്രേഷൻ എടുക്കണം, അങ്ങോട്ടേക്ക് കയറാൻ വേണ്ടി സ്റ്റേറ്റിൻ്റെ ഇമിഗ്രേഷൻ. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നോട്ടാണ് കേട്ടോ. നല്ല മഴയാണ് കേട്ടോ. മലേഷ്യയിൽ മിക്ക സമയത്തും, അതായത് മലേഷ്യ കൺട്രിയിൽ എപ്പോഴും മഴ പെയ്യും. അതായത് ഡിഫറെൻറ്റ് ഏരിയയിലായിട്ടായിരിക്കും. ഇവിടെ 2 മൺസൂണാണുള്ളത്. ഒന്ന് ഇത് സൗത്ത് വെസ്റ്റ് മൺസൂൺ, അത് ഏപ്രിൽ ടു സെപ്റ്റംബർ വരെയും. ഒന്ന് നോർത്ത് ഈസ്റ്റ് മൺസൂൺ, അത് ഒക്ടോബർ ടു മാർച്ച് വരെ കേട്ടോ. അങ്ങനെ ത്രൂ ദ ഇയർ എപ്പോഴും മഴ പെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു മലേഷ്യ എന്ന് പറയുന്നത്. ഇവിടെ അപ്രോക്സിമേറ്റ്ലി 200 mm മഴ ഡ്യൂറിങ് ജൂൺ ആൻഡ് ജൂലൈയിലും 350 mm നവംബർ ടു ഡിസംബറിലും ഇവിടെ മഴ റെയിൻഫാൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് മലേഷ്യയിലെ ഈ ഒരു ക്ലൈമറ്റിൻ്റെ കണ്ടീഷൻ. നമ്മളൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഒരു കുഞ്ഞ കട കേട്ടോ, സൈക്കിളിലുള്ളൊരു കട. മഴ ചായ, മസാല ചായ ഉണ്ട് നമ്മൾ കുടിച്ചേ. ടീ തമ്പി സിൻസ് 2020. M80 പോലത്തെ ബൈക്കുകളിരിക്കണ്ടേ. ഈ ഒരു ഏഷ്യൻ്റെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഇങ്ങനത്തെ വണ്ടികൾ നിറയെ കാണാൻ പറ്റും. ചൈന, കംബോഡിയ, വിയറ്റ്നാം, സിംഗപ്പൂർ വല്ലാണ്ടത് കണ്ടിട്ടില്ല. ഇപ്പോൾ മലേഷ്യയിൽ നിറയെ ഉണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഡ്രസ്സൊക്കെ കിട്ടുന്ന ഷോപ്പുകളാണ് കേട്ടോ. ഇവിടുത്തെ ഡ്രസ്സാണ് തോന്നുന്നു അല്ലേ. ഇത് മലായി വെയേഴ്സാണ് ഇതൊക്കെ. ലേഡീസ് വെയേഴ്സാണ് കേട്ടോ കൂടുതൽ. മഴ ആയതുകൊണ്ട് അത്ര പ്ലസൻ്റ് അല്ല. നമ്മൾ ആ വാട്ടർ കാർട്ടൻ കടയുടെ അവിടെയുള്ള ചെറിയ പാർക്ക് പോലത്തെ സ്ഥലമാണ്. ഇവിടുത്തെ ബോർഡുകളാണ് കേട്ടോ. ഇവിടെ CCTV ഉണ്ട്. ഈ കാര്യങ്ങളൊന്നും ഇവിടെ പാടില്ല. ലിറ്റർ ചെയ്യാൻ പാടില്ല, സ്കേറ്റ് ചെയ്യാൻ പാടില്ല, മോട്ടോർ സൈക്കിൾ പാടില്ല, കപ്പിൾസിൻ്റെ കിസ്സിങ് പരിപാടികളൊന്നും പാടില്ല, ഗ്രാസിൽ ചവിട്ടാൻ പാടില്ല, ഐസ്ക്രീം വണ്ടികൾ പാടില്ല. ഇത് ഇവിടെ പാടില്ല കേട്ടോ. ഓരോ കൺട്രിയിലും ഓരോ റൂൾസ് അല്ല. അപ്പം നമ്മളവിടെ വരുമ്പോൾ അതൊക്കെ പാലിക്കാം. പണ്ടത്തെ ഒരു റോളറാണെന്ന് തോന്നുന്നേ. അവലിൻ പോർട്ടർ ലിമിറ്റഡ്, റോച്ചസ്റ്റർ കെന്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പണ്ടത്തെ ഒരു റോളറാണ് കേട്ടോ. രക്ഷയില്ല. ഇവിടെയാണ് സ്റ്റിയറിങ്. ഇവിടെ ആയിരിക്കും ആളിരുന്നിട്ടുണ്ടാവുക ഇതിൻ്റെ മേലെ സീറ്റൊക്കെ വെച്ചിട്ട്. ഓ, കനാലിലൂടെ വെള്ളം നല്ല കുത്തി ഒഴുകുകയാണ് കേട്ടോ, നല്ല മഴ പെയ്തുകൊണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഫുട്പാത്ത് ഏരിയയിലൂടെ കേട്ടോ നമ്മൾ നടക്കുന്നത്. നിറയെ മരങ്ങളൊക്കെ, ഒരു 1 ലൈൻ മരമായിട്ട്. സ്ട്രീറ്റ് ലൈറ്റും ഉണ്ട്, മരമുണ്ട് ഒരേ ലൈനിൽ, നല്ല നീളത്തിലുള്ള മരങ്ങൾ. ഓപ്പോസിറ്റ് ഒരു പാർക്കുണ്ട്. അവിടെ അവർ പുല്ലൊക്കെ ക്ലിയർ ചെയ്യുന്ന ജോലികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ആളുകൾ.
ബുള്ളറ്റ് ട്രെയിനാണ്, ബുള്ളറ്റ് ട്രെയിൻ. വെർഡാന ബൊട്ടാണിക്കൽ ഗാർഡൻ. നമ്മളങ്ങനെ കോലാലംപൂരിൽ വന്നിട്ട് ഇവിടുത്തെ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോവാണ് കേട്ടോ. ഫസ്റ്റ് ഡേ എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് നോക്കാം. കയറി വരുമ്പോൾ തന്നെ നല്ല ബോഗൺവില്ല നിൽക്കുന്നുണ്ട്, നല്ല ഭംഗിയുള്ള കാഴ്ച. ഇവിടേക്ക് വരുന്ന വഴി സൂപ്പറായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കുള്ള എൻട്രി കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ഇതിൻ്റെ ഒരു ഗേറ്റിലൂടെയാണ് കയറി വന്നത്. കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. വിസിറ്റേഴ്സ് ഇൻഫർമേഷൻ ഇവിടെ പുസാറ്റ് പെലാവാട്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഗാർഡന് തമാൻ എന്നാണ് പറയുന്നത്. പക്ഷിക്ക് ബേർഡിന് ബുറുങ്. മലേഷ്യയിൽ വന്നിട്ടൊരു വേർഡ് പഠിച്ചു, ബുറുങ്. ബുറുങ് എന്ന് പറഞ്ഞാൽ ബേർഡ്. ഇവിടെ പാർക്കിൽ കയറുമ്പോഴും ഒരുപാട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. നോ സ്മോക്കിംഗ്, ഡിലാറങ് മെർക്കോക്ക്, അതാണ് നോ സ്മോക്കിംഗ്. സ്വിമ്മിങ് പാടില്ല, ലിറ്റർ ചെയ്യാൻ പാടില്ല, ഡോഗ്സ് പാടില്ല, ഫിഷിങ് പാടില്ല, സൈക്ലിംഗ് പാടില്ല, സ്കേറ്റിംഗ് പാടില്ല, കനോപ്പി അടിക്കാൻ പാടില്ല, സ്പ്രേയിങ് അങ്ങനെ കാര്യങ്ങളൊന്നും പാടില്ല, കപ്പിൾസിൻ്റെ കിസ്സിങ് കാര്യങ്ങളൊന്നും പാടില്ല, മണി അടിക്കാൻ പാടില്ല, ഫുഡ് ഒക്കെ പാടില്ല എന്നല്ല. അപ്പോൾ എന്താ പാടുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ കണ്ട് പാർക്കിൻ്റെ മനോഹരമായ കാര്യങ്ങളൊക്കെ കാണുക, സിറ്റിംഗ് സ്പേസിലിരിക്കുക, ഈ നല്ലൊരു നേച്ചർ എക്സ്പ്ലോർ ചെയ്യുക, അത്ര തന്നെ. നല്ല തണുപ്പുമുണ്ട്, അതുപോലെ തന്നെ ചൂടുമുണ്ട്. ഞാൻ കുറച്ച് വേർത്തിട്ടുണ്ട്, കാരണം മഴ പെയ്ത് തുറന്നേ ഉള്ളൂ, എന്നിട്ടാണ് ഞാൻ വേർക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമിഡാണ് ക്ലൈമറ്റ്. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് അല്ലേ, നമ്മുടെ നാട്ടിൽ അതുപോലത്തെ ക്ലൈമറ്റ് തന്നെയാണ് അത്. നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യൻസിനെ പോലെ തന്നെയാണ് മലേഷ്യയിലെ ആളുകളും കാണാൻ കേട്ടോ. ഇതിവിടെ നിറയെ പ്രാവുകളുണ്ട് കേട്ടോ. പ്രാവുകൾ എന്തൊക്കെയോ കൊത്തി തിന്നെ. ഇവിടെ പ്രാവുകളെ ഫീഡ് ചെയ്യുന്ന സ്ഥലമൊന്നും. ഹായ് ഗായ്സ്, ഇതേ ഇവിടെ ഒരു ഡൈനോസർ പാർക്കുണ്ട്. ഫാമിലിയൊക്കെ ആയിട്ടാണ് നിങ്ങൾ വരുന്നത് വെച്ചാൽ കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. കുട്ടികളൊക്കെ ആയിട്ടാണ് വരുന്നത് വെച്ചാൽ കുട്ടികൾക്ക് ഭയങ്കര ഒരു എൻജോയ്മെൻറ്റ്. പാർക്ക് എല്ലായിടത്തും ഉണ്ട്, പക്ഷേ കോലാലംപൂരിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാർക്ക് കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് സന്തോഷിക്കാനും കളിക്കാനും ആയിട്ട് ഉപയോഗപ്പെടുത്താം. ഇവിടെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ബ്രൈഡൽ ഷൂട്ട് ഔട്ടിന് ക്യാമറമാനും ടീം വരുന്നുണ്ട്, ബ്രൈഡും ഗ്രൂമൊക്കെ ആയിട്ട്. ഈ ഒരു പോണ്ടിൽ നിറയെ ഫിഷ് ഉണ്ട്. ഡോണ്ട് ഫീഡ് ദ ഫിഷ് എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ. കണ്ടോ, ഈ ഒരു നമ്മൾ നടക്കുന്ന ഈ ഭാഗമുണ്ട്, അത് ഫുള്ള് വുഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഐസല്ലേ, അത്രയുണ്ട്, അവിടെയുണ്ട്. അത് ഇതേ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഒരു അടിപൊളി പവലിയാണ് കേട്ടോ. ആളുകൾ തിരക്ക് നല്ല കുറവാണ്, കുറച്ച് ആളുകളേ ഉള്ളൂ. ഈ പാർക്കിനുള്ളിൽ തന്നെ അറൗണ്ട് ഒരു 200 ആളുകൾക്ക് ഉള്ളേ ഉണ്ടാവുള്ളൂ എല്ലായിടത്തും കൂടെ. അങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കോലാലംപൂരിൽ ഈ ഫസ്റ്റ് വ്ലോഗ് ഫിനിഷ് ചെയ്യാൻ പോവാണ് കേട്ടോ. അടിപൊളിയായിരുന്നു, നല്ല രസമാണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന ഫസ്റ്റ് ഡേ തന്നെ ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. രാവിലെ തന്നെ നല്ലൊരു മഴ പെയ്ത് ഒഴിച്ചാൽ ഒരു സമയം പോയി എന്നല്ലാതെ വേറെ ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ബൊട്ടാണിക്കൽ ഗാർഡനൊക്കെ നിറയെ കാണാനുണ്ട്, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പിള്ളേർക്ക് കളിക്കാൻ, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാൻസ് ഉണ്ട്. എല്ലാം നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടാണ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സൂപ്പറാണ്. ഇന്നത്തെ ഡേ നല്ലൊരു ദിവസമായിരുന്നു. ഞങ്ങളുടെ 2-3 പേരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു നൈറ്റ് ലൈഫിന് വ്ളോഗാണ് ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു നൈറ്റ് സ്ട്രീറ്റ്, അതുപോലെ അവിടുത്തെ ഫുഡും അവിടുത്തെ ആക്ടിവിറ്റീസിലൊക്കെ ഉള്ള ഒരു വ്ളോഗാണ് അടുത്തായി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു മലേഷ്യ ട്രിപ്പിൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. എല്ലാ അഭിപ്രായങ്ങളും നമ്മൾ വാല്യുബിൾ ആയിട്ടാണ് എടുക്കുന്നത്. അത് പ്രകാരം എന്തെങ്കിലുമൊക്കെ മാറ്റേണ്ട വീഡിയോയിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് അറിയണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ അതിൽ കമൻറ്റിൽ എഴുതുവാണെങ്കിൽ അടുത്ത വീഡിയോ നമ്മളതൊക്കെ കവറപ്പ് ചെയ്ത് പക്ക ആക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ റമീസ് സൈനിങ് ഔട്ട് ഫ്രം 12B Media. ബൈ.